പുതിയ ഇന്നോവേഷൻസ് പലപ്പോഴും പഴയതിനെ പിന്നിലാക്കി പുതിയ റെവല്യൂഷൻ കൊണ്ടുവരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു റെവല്യൂഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ് EV അഥവാ ഇലക്ട്രോണിക് വെഹിക്കിൾസ്. ഇന്ന് ബൈക്ക് മുതൽ ബസ് വരെയുള്ള വാഹനങ്ങളിൽ ഈ EV റെവല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. EVയുടെ വരവോടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഓടിക്കുന്ന വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വലിയ സ്കോപ്പ് ഒന്നും ഇല്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി വാഹന നിർമ്മാതാക്കളുടെ ഭാവി നിശ്ചയിക്കുന്നത് EV സെഗ്മെന്റിലുള്ള വാഹനങ്ങളെ അവർക്ക് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന വാഹനയുഗം EV ആയാലും പെട്രോൾ ആയാലും ഇത് രണ്ടും കൂടി ഓടുന്ന ഹൈബ്രിഡ് ആയാലും അതുമല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളായാലും ഒരു പ്രശ്നവും സംഭവിക്കാത്ത ചില സെക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ടയർ. വാഹനങ്ങൾ എന്ത് മാറ്റം വരുത്തിയാലും ടയർ കമ്പനികൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് ടയേഴ്സിനെ കുറിച്ചല്ല. ടയർസിനെ കുറിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ബിയറിങ്സിനെ കുറിച്ചാണ്. ബൈക്ക്, കാറ്, ട്രക്ക്, ബസ് എന്ന് വേണ്ട വിമാനത്തിന് വരെ ബിയറിങ്സ് ഇല്ലാതെ പറ്റില്ല. അതുകൂടാതെ ചില മെഷീനറീസിലും ബിയറിങ്സ് നിർബന്ധമാണ്. അതിനാൽ തന്നെ ഇനി ഭാവിയിൽ പച്ചവെള്ളത്തിൽ ഓടുന്ന വാഹനങ്ങൾ വന്നാൽ പോലും ബിയറിംഗ് കമ്പനികൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഫണ്ടമെന്റൽ സ്ട്രോങ് ആയ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്ന ഏതാനും ബിയറിങ്സ് നിർമ്മിക്കുന്ന കമ്പനികളെ കുറിച്ച് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഈ വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ട് ഈ വീഡിയോ കാണാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു വോൾസ് ആൻഡ് ബുൾസ്. ആദ്യത്തെ കമ്പനിയാണ് SKF ലിമിറ്റഡ്. ഇപ്പോൾ ഏകദേശം 47 PE സെൽ ചെയ്യുന്ന കമ്പനിയുടെ ഡെപ്റ്റ് 0 ആണ്. അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് 17.43%, പ്രോഫിറ്റ് ഗ്രോത്ത് 32.81%, ഏണിംഗ് പെർ ഷെയർ 97 റുപ്പീസും ROCE 34.75% കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്സ് 52.58%. കഴിഞ്ഞ 5 വർഷത്തെ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഈ കമ്പനി ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് ഏകദേശം 200% റിട്ടേൺ ആണ്. ഇനി അടുത്ത കമ്പനിയിലേക്ക് പോകാം. അടുത്ത കമ്പനിയാണ് ടെംകെൻ ഇന്ത്യ. ഇന്ന് 66.9 PE സെൽ ചെയ്യുന്ന കമ്പനിക്ക് ഡെപ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് 27.39%, പ്രോഫിറ്റ് ഗ്രോത്ത് 19.46%, ഏണിംഗ് പെർ ഷെയർ 47.6 റുപ്പീസ്, ROCE 28.05%, കമ്പനി പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്സ് 57.7%. ഈ കമ്പനിയുടെ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 വർഷമായിട്ട് ഏകദേശം 400% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കമ്പനി നൽകിയിട്ടുണ്ട്. അടുത്ത കമ്പനിയാണ് സ്കെഫ്ലർ ഇന്ത്യ. ഇന്ന് 51.6 PE സെൽ ചെയ്യുന്ന കമ്പനിയുടെ കടം 0 ആണ്. അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് 23.5%, പ്രോഫിറ്റ് ഗ്രോത്ത് 39.7%, ROCE 29.7%, ഏണിംഗ് പെർ ഷെയർ 59 റുപ്പീസുമുള്ള കമ്പനി പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്സ് 74%. ഈ കമ്പനിയുടെ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഏകദേശം 200% മുകളിൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് മുഹമ്മദ് റാഫി. സൈനിങ്.